ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരിവിടെ താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? ഫിറോസ് എന്ന പുള്ളി പറയുന്നത് ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല, ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉള്ളൂ. ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഒരു വെറും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് വരുത്തരുന്ന് ഞാൻ ദൈവത്തിനവരോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ആണി അടിച്ചാൽ ഇത് താഴോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം. ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു, ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത്, ഇയാൾ പറഞ്ഞ കള്ളം. എവിടെ നനഞ്ഞെന്ന് പറഞ്ഞത് അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയെന്ന് പറഞ്ഞപ്പോൾ രേണു പറഞ്ഞ പച്ച കള്ളമാണെന്ന്. കാരണം അതുപോലെ തന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കിയ ആള് തന്നെ ഇപ്പൊ വിമർശിച്ചല്ലോ, രേണു പറഞ്ഞ കള്ളമാണ്. ഒരു സത്യം ഞാൻ പറയാം, 1 വർഷം കഴിഞ്ഞു ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഇതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അറിയാവോ? ഫിറോസ് പറഞ്ഞ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരികയല്ല, നിങ്ങൾ ചെന്ന് ഉണ്ടാക്കിക്കോളാം. ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവരാണ് ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഫുൾ വാർക്കയല്ല, പകുതി ഷീറ്റ് പോലത്തെ ഓട് പോലത്തെ ഷീറ്റ് പോലത്തെ ഓട് പോലത്തെ ഷീറ്റും പകുതി വാർക്ക്, ബാക്കി 3/4 ഭാഗം വാർക്കയാണ്. അവിടെ ചോരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ലിവിങ്ങിലും പിന്നെ ഋതപ്പം കിടക്കുന്ന ആ റൂമിലും ഈ ഒരു ഷീറ്റ് പോലത്തെ. അപ്പൊ അവിടുന്ന് എറിച്ചിലടിച്ച് വെള്ളം വീണു, നമ്മുടെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നേരത്തെ വെള്ളം വീണുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ കള്ളം പറയേണ്ട കാര്യമില്ല. ചേച്ചി അതുപോലെ തന്നെ ചേച്ചിയുടെ അച്ഛനായിക്കോട്ടെ ഇങ്ങനെ ഹാളിൽ ഇരുന്ന സമയത്ത് ഫാൻ എന്തോ വീണു, അപ്പം നെഞ്ചത്തെങ്ങോ പരിക്ക് പറ്റി എന്നൊക്കെ കേട്ടു. അതുള്ള ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ല 3/4 ഭാഗം ഞാനിവിടെ ഇല്ലടാ. ഞാൻ ഷൂട്ടിലും നാടകത്തിന്റെ തിരക്കിലും ഓട്ടത്തിലുമായിരുന്നു. ഞാൻ വന്നപ്പോ ഇന്ന പോലെ